മാസത്തിൽ നല്ലൊരു വരുമാനം ആഗ്രഹിക്കാത്ത സ്ത്രീകളുണ്ടാവില്ല. മാസത്തിൽ അത്യാവശ്യം നല്ല വരുമാനം സമ്പാദിക്കാൻ കഴിയുന്ന 10 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് യൂട്യൂബ്. യൂട്യൂബ് വഴി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മലയാളി വനിതകളുണ്ട്. 2 രീതിയിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഫേസ് കാണിച്ച് ചെയ്യാം, ഒന്ന് വോയിസ് ഓവർ മാത്രമായിട്ട് ചെയ്യാം. വോയിസ് ഓവർ മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് കിച്ചണിൽ നിങ്ങൾ ചെയ്യുന്ന പാചകങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടും. അതുപോലെ തന്നെ കല്യാണി വ്ളോഗ്സ് പോലെ പാചകം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഫേസ് കാണിച്ചും ആളുകളെയൊക്കെ കാണിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വ്യൂസ് വരും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വീഡിയോസും കാണുന്നത്. 1,00,000 രൂപ തൊട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ സമ്പാദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ചാനലാണെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ ഏകദേശം 7,000 രൂപയാകുമ്പോൾ തന്നെ നമുക്ക് മന്ത്ലി അത് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് മലയാളത്തിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. എങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാം. അത് നോക്കി നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഒരു സാധാ ഫോൺ മാത്രം മതി. നല്ല ലൈറ്റ് ഉണ്ടാവണം റൂമിൽ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ലൈറ്റ് സെറ്റപ്പ് ഒന്നും വാങ്ങിക്കണമെന്നില്ല. നല്ലൊരു ട്യൂബ് ലൈറ്റ് ഉണ്ടായാൽ മതി. അതേപോലെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഫോൺ. അതിന് ഒരുപാട് ഐഫോണോ അല്ലെങ്കിൽ സാംസങ് അങ്ങനൊന്നും വേണമെന്നില്ല. സാധാ ഫോൺ മാത്രം മതി. പിന്നെ നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഹെഡിങ് കാണുമല്ലോ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവയോ അല്ലെങ്കിൽ പിക്സൽ ലാബോ ഡൗൺലോഡ് ചെയ്യാം. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് ആപ്പിലാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓൺലൈൻ വഴി ഈ കാലത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന മറ്റൊരു രീതിയാണ് ഓൺലൈൻ ബോട്ടിങ്. അതായത് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രസ്സിൻ്റെ വീഡിയോസ് കാണില്ലേ, അതുവഴി ലക്ഷങ്ങളാണ് അവർ സമ്പാദിക്കുന്നത്. അത് ചുരിദാറോ സാരിയോ മറ്റെന്തെങ്കിലും ആവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയിട്ട് അതിനുവേണ്ടി യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ സാധാരണ രീതിയിൽ നമ്മളുടെ പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യുക, അത് പബ്ലിക്കാക്കി ഇടുക. അതിനുശേഷം ഡെയിലി നിങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ആദ്യം അധികം വ്യൂസൊന്നും വരത്തില്ല, ഒരു മാസമൊക്കെ അധികം വ്യൂസ് വരില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവുകയും ഒരുപാട് കസ്റ്റമൈസ് ഇത് കാണുകയും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്യും. ചുരിദാർ മെറ്റീരിയൽസ്, സാരി, കുർത്തി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും. സാധാരണ എറണാകുളം ബ്രോഡ്വേയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. അതായത് ഇയറിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, കുർത്ത അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. കുറച്ചുകൂടെ ദൂരേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ ബാംഗ്ലൂർ, ബോംബെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ആ സാധനങ്ങൾ നമുക്ക് ഓൺലൈൻ വഴിയിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം പഠിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന PSC എക്സാംസിനൊക്കെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ സുവോളജിയാണ് പഠിച്ചെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSCകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ വാട്സപ്പ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളോ സ്റ്റാർട്ട് ചെയ്യാം. യൂട്യൂബിലൊക്കെ നിങ്ങളിങ്ങനെ ക്ലാസ് ഇട്ട് തുടങ്ങുമ്പോൾ നിങ്ങളെ മറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കോച്ചിങ് സെൻറ്റേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് മണിക്കൂർ 2,000 രൂപ വെച്ച് പേയ്മെൻറ്റ് കിട്ടും. ഇനി നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്തു പോവുകയാണെങ്കിൽ യൂട്യൂബ് വ്യൂസിൻ്റെ പൈസ നമുക്ക് യൂട്യൂബിൽ നിന്നും കിട്ടും. പ്ലസ് നിങ്ങൾക്ക് തന്നെ പേയ്മെൻറ്റ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കുട്ടികൾ കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടെന്ന് നമുക്ക് പരസ്യം ചെയ്തിട്ട് അവർക്ക് പ്രത്യേക ട്യൂഷൻ പോലെ കൊടുക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാവുന്നതാണ്. അതായത് കോച്ചിങ് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് സ്ത്രീകളെ സംബന്ധിച്ച്. പക്ഷേ ഒരു ഡിഗ്രി എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് UP LP സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ഓൺലൈൻ ചെയ്യാവുന്നതാണ്. അടുത്ത 4ാമത്തെ ബിസിനസ് ഐഡിയ കോസ്മെറ്റിക്സ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കാര്യങ്ങളാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പം സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഓയിൽ, അതല്ലെങ്കിൽ ഫേസ് മാസ്ക്, ലിപ് ബാം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്ത ശേഷം നിങ്ങളുടേതായ ഐഡിയയിൽ മനുഷ്യർക്ക് യാതൊരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നല്ല പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ഒരുപാട് പേരത് വാങ്ങുന്നതാണ്. മാമ എർത്ത് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സ്ത്രീ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്ത പ്രോഡക്റ്റ്സ് ആയിരുന്നു അവർ പിന്നീട് മാർക്കറ്റിൽ ഇറക്കിയത്. അപ്പോൾ അതേപോലെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണം. അതിനാണ് യൂട്യൂബ് വേണമെന്ന് പറയുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. എന്നിട്ട് അതുവഴിയിട്ടാണ് ഇങ്ങനത്തെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് യൂട്യൂബിലിട്ടിട്ട് നമുക്ക് പരസ്യം ചെയ്യാം. ആ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഫുഡ് ബിസിനസ്സാണ്.
അതായത് ഒരു ക്ലൗഡ് കിച്ചൺ ഒരു സംരംഭമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുക. അതായത് നിങ്ങൾക്കിപ്പോൾ എന്ത് കാര്യമാണോ ചെയ്യാനിഷ്ടം, എന്ത് കാര്യമാണോ പാചകം ചെയ്യാനിഷ്ടം, അത് നിങ്ങൾക്ക് പ്രോഡക്റ്റാക്കി മാറ്റാം. ചില ആളുകൾക്ക് കേക്കായിരിക്കും കൂടുതൽ ബേക്ക് ചെയ്ത് കൊടുക്കാൻ താല്പര്യം. അതല്ല, നിങ്ങൾക്കിപ്പോൾ സാധാ ഒരു പൊതിച്ചോറാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അടുത്തുള്ള ഓഫീസുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഹോംലി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ഡെയിലി ഓർഡർ തരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഫുഡാണ്, ചില ആളുകൾക്ക് അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇപ്പോൾ ബീഫ് ഫ്രൈ, ഓക്കെ, നിങ്ങൾക്കത് ബീഫ് ഫ്രൈ മാത്രമായിട്ട് നിങ്ങൾക്കത് ബ്രാൻഡാക്കി മാറ്റാവുന്നതാണ്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവണം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നാടൻ രീതിയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഐഡിയാസ് ഇറക്കിയിട്ട് ഇങ്ങനത്തെ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഫുഡ് ബിസിനസ് ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ്. അതിന് ഹോട്ടലോ മറ്റോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ചെറിയ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ഒരുപാട് ബിസിനസ് കിട്ടുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പാർട്ടി അറേഞ്ച്മെൻ്റൊക്കെയാണ്. അതായത് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ചെറിയൊരു എൻഗേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ, അത് നിങ്ങൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി, ഒരു 50 പേരുടെ ബർത്ത്ഡേ പാർട്ടി, അപ്പോൾ അതിനൊക്കെ നമുക്ക് വലിയൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഒന്നും നമുക്ക് സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പരസ്യം ചെയ്യാം. നിങ്ങളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുക, അതിനുള്ള ഡെക്കറേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതായത് എല്ലാത്തിനും ഒരു മേൽനോട്ടത്തിനായിട്ട് നിങ്ങൾ നിൽക്കുന്നു. ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും അങ്ങനത്തെ തിരക്കുകളൊന്നും തലയിൽ വയ്ക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ നടത്തുന്നു, അച്ഛനും അമ്മയ്ക്കും നല്ല തിരക്കുണ്ട്, അപ്പോൾ ഇതിൻ്റെ പുറകിലൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഫുഡും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അടുത്തതാണ് ഡേ കെയർ സെൻറ്റേഴ്സ്. ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. അപ്പോൾ നല്ല വൃത്തിയോടെ നല്ല നീറ്റായിട്ട് നല്ലതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡേ കെയർ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ്. ചിലപ്പോൾ ഒരു 2 വയസ്സ് തൊട്ടുള്ള കുഞ്ഞായിരിക്കും, 5 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നല്ല നീറ്റായിട്ടുള്ള നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കത് ഡേ കെയർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയ രീതിയിലൊരു ഡേ കെയറിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് നോക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ ആ കുട്ടികളെ നോക്കാനുള്ള മനസ്സും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരു ബിസിനസ് എന്ന് പറയുന്നത് മേക്കപ്പാണ്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഒരു ഫീൽഡായിട്ട് മാറിയിട്ടുണ്ട് മേക്കപ്പ്. ട്രാൻസ്ജെൻഡേഴ്സാണ് കൂടുതൽ ആ ഫീൽഡിലുള്ളത്. ലക്ഷങ്ങളാണ് അവരുണ്ടാക്കുന്നത്. നല്ലൊരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനോടൊപ്പം നിന്ന് മേക്കപ്പ് പഠിച്ച ശേഷം ചെറിയ വർക്കുകൾ ആദ്യം ചെയ്തു തുടങ്ങുക, എൻഗേജ്മെൻറ്റ് പോലുള്ള വർക്കുകൾ ചെയ്തു തുടങ്ങുക. അങ്ങനെ നല്ല പേര് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കല്യാണ വർക്കുകൾ കിട്ടും. 40,000 വരെയൊക്കെയാണ് ഓരോ മേക്കപ്പിനും ചാർജ് ചെയ്യുന്നത്. ഒരു മാസം നിങ്ങൾക്ക് 20 വർക്ക് കിട്ടിയാൽ തന്നെ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് മെറ്റേണൽ കെയർ ആണ്. അതായത് പ്രസവരക്ഷ. പണ്ടൊക്കെ നമുക്ക് പതിച്ചി പോലെയുള്ള സർവീസുകളാണ് കിട്ടിയിരുന്നത്. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റുകളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്കൊരു ആയുർവേദ തെറാപ്പിസ്റ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാം പ്രസവരക്ഷയെക്കുറിച്ചിട്ട് ഒരു പാക്കേജായിട്ട്. അതിന് നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ ഓരോ കൺസൾട്ടേഷനും ഡോക്ടർക്ക് ഇത്ര ഫീസ് കൊടുക്കുക, അത് ചെയ്യുന്നതിന് തെറാപ്പിസ്റ്റിന് ഇത്ര ഫീസ് കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ പിടിക്കുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ നല്ല പ്രസവരക്ഷ എവിടെ ഉണ്ടെന്ന് തിരക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ തിരക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഹോം നേഴ്സ് സർവീസസ്, അതിൻ്റെ ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാം. ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് ജോലിക്ക് ആളുകൾ തപ്പാറുണ്ട്. അപ്പോൾ അതിനൊരു ഇതായിട്ട് നമുക്ക് നിൽക്കാവുന്നതാണ്, ഏജൻറ്റായിട്ട് നിൽക്കാവുന്നതാണ്. ഒത്തിരി ഹോം നേഴ്സ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും പലതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂസാണ് വരാറുള്ളത്. അപ്പം കുറച്ച് നല്ല ആളുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ലേഡീസിനെ സംബന്ധിച്ചുണ്ട്. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.